റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഖാദി ബോർഡ് LDC അതുപോലെ LDC LGS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാര്? എ. ശ്രീനാരായണ ഗുരു, ബി. ചട്ടമ്പി സ്വാമികൾ, സി. അയ്യങ്കാളി, ഡി. വൈകുണ്ഠ സ്വാമികൾ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വൈകുണ്ഠ സ്വാമികൾ. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ അയ്യാവഴി എന്ന ചിന്താ പദ്ധതി അവതരിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അയ്യാവഴി എന്ന ചിന്താ പദ്ധതി അവതരിപ്പിച്ചതും വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ കേരള നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെട്ടു. വൈകുണ്ഠ സ്വാമികൾ അറിയപ്പെട്ടത് കേരള നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നായിരുന്നു. അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നീ തമിഴ് കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നീ തമിഴ് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് തിരുവനന്തപുരത്തെ ശിങ്കാരത്തോപ്പ് ജയിലിൽ തടവ് ജീവിതം ഇദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് തിരുവനന്തപുരത്തെ ശിങ്കാരത്തോപ്പ് ജയിലിൽ തടവു ജീവിതവും വൈകുണ്ഠ സ്വാമികൾ അനുഭവിച്ചിട്ടുണ്ട്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയതാര്? എ. അയ്യങ്കാളി, ബി. ശ്രീനാരായണ ഗുരു, സി. ചട്ടമ്പി സ്വാമികൾ, ഡി. ശ്രീ ശങ്കരാചാര്യർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശ്രീനാരായണ ഗുരു. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. 1903 മെയ് 15 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം SNDP രൂപം കൊണ്ടു. SNDPയുടെ ആദ്യ ആജീവനാന്ത അധ്യക്ഷനും ഗുരുവും സെക്രട്ടറിയും കുമാരനാശാനാണ്. SNDPയുടെ ആദ്യ ആജീവനാന്ത അധ്യക്ഷനും ഗുരുവും സെക്രട്ടറിയുമൊക്കെ കുമാരനാശാനായിരുന്നു. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും ആഹ്വാനം ചെയ്തത് ശ്രീനാരായണ ഗുരുവാണ്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും ആഹ്വാനം ചെയ്തത് ശ്രീനാരായണ ഗുരുവാണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് എ. ഡോക്ടർ പൽപ്പു, ബി. GP പിള്ള, സി. NV ജോസഫ്, ഡി. സി. കേശവൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡോക്ടർ പൽപ്പു. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ്. SNDP യോഗത്തിൻ്റെ ആദ്യ ഉപാധ്യക്ഷനായിരുന്നു ഡോക്ടർ പൽപ്പു. അതായത് SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഡോക്ടർ പൽപ്പു. ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രധാന കൃതിയാണ്. ഡോക്ടർ പൽപ്പുവിൻ്റെ ഒരു പ്രധാന കൃതിയാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ. 1891 മലയാളി മെമ്മോറിയലിൽ ഒപ്പുവച്ച മൂന്നാം പേരുകാരനാണ് ഡോക്ടർ പൽപ്പു. 1891 മലയാളി മെമ്മോറിയലിൽ ഒപ്പുവച്ച മൂന്നാം പേരുകാരനാണ് ഡോക്ടർ പൽപ്പു. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ച നടരാജഗുരു ഡോക്ടർ പൽപ്പുവിൻ്റെ മകനാണ്. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ച നടരാജഗുരു ഡോക്ടർ പൽപ്പുവിൻ്റെ മകനാണ്. ഡോക്ടർ പൽപ്പുവിൻ്റെ മാനസപുത്രൻ എന്നറിയപ്പെട്ടിരുന്നത് കുമാരനാശാനാണ്. അതായത് കുമാരനാശാനായിരുന്നു ഡോക്ടർ പൽപ്പുവിൻ്റെ മാനസപുത്രൻ എന്നറിയപ്പെട്ട വ്യക്തി. അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് എ. ശങ്കരാചാര്യർ, ബി. ഭഗ്ഭടാനന്ദൻ, ശ്രീനാരായണ ഗുരു, ഡി. ചട്ടമ്പി സ്വാമികൾ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചട്ടമ്പി സ്വാമികൾ. അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരം കണ്ണൻമൂലയിലാണ് ചട്ടമ്പി സ്വാമികളുടെ ജനനം. ചട്ടമ്പി സ്വാമി ജനിച്ചത് തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിൽ 1853 ഓഗസ്റ്റ് 25 ഷൺമുഖദാസൻ എന്ന പേരിൽ സന്യാസം സ്വീകരിച്ചു. ഷൺമുഖദാസൻ എന്ന പേരിൽ സന്യാസം സ്വീകരിച്ചു. ഇദ്ദേഹം വിദ്യാധിരാജൻ എന്നും വിളിക്കപ്പെട്ടു. ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ട മറ്റൊരു പേരാണ് വിദ്യാധിരാജൻ. 1924 മെയ് 5 കൊല്ലം ജില്ലയിലെ പന്മനയിൽ സമാധിയായി. ഇദ്ദേഹം സമാധിയായത് 1924 മെയ് 5 കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 11 ആരംഭിച്ചതാരാണ്? എ. വക്കം അബ്ദുൽ ഖാദർ മൗലവി, ബി. പി. രാജഗോപാലാചാരി, സി. AK ഗോപാലൻ, ഡി. CF ആൻഡ്രൂസ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 15 ആരംഭിച്ചത് വക്കം
അബ്ദുൽ ഖാദർ മൗലവിയാണ്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എന്ന സംഘടനയ്ക്ക് ഇദ്ദേഹം രൂപം കൊടുത്തു. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ഇദ്ദേഹമാണ്. 1906 സ്വദേശാഭിമാനിയുടെ പത്രാധിപ സ്ഥാനം രാമകൃഷ്ണപിള്ള ഏറ്റെടുക്കുന്നത്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപ സ്ഥാനം രാമകൃഷ്ണപിള്ള ഏറ്റെടുക്കുന്നത് 1906. 1910 സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുകയും രാമകൃഷ്ണപിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തുകയും ചെയ്ത ദിവാനാണ് പി രാജഗോപാലാചാരി. 1910 സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടി രാമകൃഷ്ണപിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തിയത് പി രാജഗോപാലാചാരിയാണ്. 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നതെവിടെ? എ ചെമ്പഴന്തി, ബി വർക്കല, സി അരുവിപ്പുറം, ഡി അമ്പലപ്പുഴ. ഉത്തരം ഓപ്ഷൻ സി അരുവിപ്പുറം. 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് അരുവിപ്പുറത്താണ്. 1904 SNDP യോഗത്തിൻ്റെ മുഖപത്രം വിവേകോദയം കുമാരനാശാൻ്റെ പത്രാധിപത്യത്തിൽ പുറത്തിറക്കി. അതായത് 1904 SNDP യോഗത്തിൻ്റെ മുഖപത്രമായ വിവേകോദയം കുമാരനാശാൻ്റെ പത്രാധിപത്യത്തിലാണ് പുറത്തിറക്കിയത്. 1913 ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913. 1915 അദ്വൈതാശ്രമത്തിൽ നടന്ന യോഗത്തിലാണ് ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന സന്ദേശം നൽകിയത്. കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം? എ മിശ്രഭോജനം, ബി ചാനാർ ലഹള, സി വൈക്കം സത്യാഗ്രഹം, ഡി ക്ഷേത്രപ്രവേശന വിളംബരം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചതാര്? എ ശ്രീനാരായണ ഗുരു, ബി മന്നത്ത് പത്മനാഭൻ, സി രവീന്ദ്രനാഥ ടാഗോർ, ഡി കൃഷ്ണപിള്ള. ഉത്തരം ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനാണ് മന്നത്ത് പത്മനാഭൻ. NSSൻ്റെ ആസ്ഥാനം പെരുന്ന. NSSൻ്റെ ആസ്ഥാനമാണ് പെരുന്ന. അതുപോലെ വൈക്കം സത്യാഗ്രഹ കാലത്ത് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ എൻ്റെ ജീവിത സ്മരണകൾ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തത് ആര്? എ കുഞ്ഞാപ്പി, ബി ബാഹുലേയൻ, സി ഗോവിന്ദപ്പണിക്കർ, ഡി KP കേശവ മേനോൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, KP കേശവ മേനോൻ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹത്തിൽ പെടാത്തത് KP കേശവ മേനോനാണ്. അവർണർക്ക് വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള റോഡുകളിൽ പ്രവേശനം നൽകണമെന്ന ആശയവുമായി തുടങ്ങിയ സമരമാണ് വൈക്കം സത്യാഗ്രഹം. TK മാധവൻ, K കേളപ്പൻ, KP കേശവ മേനോൻ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവൻ, K കേളപ്പൻ, KP കേശവ മേനോൻ എന്നിവരാണ്. പുലയ ഈഴവ നായർ സമുദായങ്ങളെ പ്രതിനിധാനം ചെയ്ത് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ എന്നീ 3 യുവാക്കൾ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് 1925. 1925 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. പണ്ഡിറ്റ് KP കറുപ്പൻ രൂപവൽക്കരിച്ച സംഘത്തിൻ്റെ പേര്? എ ആര്യ സമാജം, ബി ശ്രീനാരായണ സമാജം, സി ആര്യ സമാജം, ഡി ബ്രഹ്മ സമാജം. ഉത്തരം ഓപ്ഷൻ എ ആര്യ സമാജം. പണ്ഡിറ്റ് KP കറുപ്പൻ രൂപവൽക്കരിച്ച സംഘത്തിൻ്റെ പേരാണ് ആര്യ സമാജം. 1907 പണ്ഡിറ്റ് കറുപ്പൻ ആര്യ സമാജം സ്ഥാപിച്ചു. 1907 പണ്ഡിറ്റ് കറുപ്പൻ ആര്യ സമാജം സ്ഥാപിച്ചത്. അതുപോലെ ജാതിക്കൊമ്മി, ഉദ്യാന വിരുന്ന് എന്നിവ ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതികളാണ് ജാതിക്കൊമ്മി, ഉദ്യാന വിരുന്ന് തുടങ്ങിയവ.
കൊച്ചി മഹാരാജാവ് കവിതിലകൻ എന്ന ബിരുദവും കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ വിദ്വാൻ സ്ഥാനവും നൽകി പണ്ഡിറ്റ് കറുപ്പനെ ആദരിച്ചിട്ടുണ്ട്. കൊച്ചി മഹാരാജാവ് കവിതിലകൻ എന്ന ബിരുദവും കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ വിദ്വാൻ സ്ഥാനവും നൽകി കറുപ്പനെ ആദരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം കേരളത്തിൻ്റെ ലിങ്കൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം കേരളത്തിൻ്റെ ലിങ്കൺ എന്നറിയപ്പെടുന്നു. 1913 പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചി കായലിൽ വഞ്ചികൾ കൂട്ടിക്കെട്ടി ചങ്ങാടം നിർമ്മിച്ച് കായൽ സമ്മേളനം നടന്നത്. 1913 കായൽ സമ്മേളനം നടന്നത്. ഇത് പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലായിരുന്നു. പൊയ്കയിൽ യോഹന്നാൻ ഉപദേശി അറിയപ്പെടുന്നത് ഏത് പേരിൽ? എ. കുമാരഗുരുദേവൻ, ബി. എ. കെ. ഗോപാലൻ, സി. വിശുദ്ധ ചവറയച്ചൻ, ഡി. അയ്യങ്കാളി. പൊയ്കയിൽ യോഹന്നാൻ ഉപദേശി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കുമാരഗുരുദേവൻ. കുമാരഗുരുദേവൻ. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത്. എവിടെയാണ് പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത്? പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ. ദളിത് ക്രിസ്ത്യാനികളുടെ പുരോഗതിക്കായി ഇദ്ദേഹം നടത്തിയ പ്രക്ഷോഭങ്ങളാണ് അടിലഹള എന്നറിയപ്പെടുന്നത്. ഇരവിപേരൂർ ആസ്ഥാനമാക്കി ഇദ്ദേഹം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കുമാരഗുരുദേവനാണ്. കുമാരഗുരുദേവൻ എന്നും പൊയ്കയിൽ അപ്പച്ചൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. കുമാരഗുരുദേവൻ എന്നും പൊയ്കയിൽ അപ്പച്ചൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം ആരംഭിച്ചതാര്? എ. ബ്രഹ്മാനന്ദ, ബി. വാഗ്ഭടാനന്ദൻ, സി. വി. ടി. ഭട്ടതിരിപ്പാട്, ഡി. കെ. പി. കറുപ്പൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വാഗ്ഭടാനന്ദൻ. കോഴിക്കോട് തത്വപ്രകാശിക എന്ന ആശ്രമം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. സംസ്കൃത വിദ്യാഭ്യാസത്തിനായി കോഴിക്കോട് സ്ഥാപിച്ച ആശ്രമമായിരുന്നു തത്വപ്രകാശിക. തത്വപ്രകാശിക സംസ്കൃത വിദ്യാഭ്യാസത്തിനായി കോഴിക്കോട് സ്ഥാപിച്ച ആശ്രമമായിരുന്നു. വാഗ്ഭടാനന്ദൻ 1885 കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിലാണ് ജനിച്ചത്. എവിടെയാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്? കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിൽ 1885. ശിവയോഗ വിലാസം എന്ന മാസിക ഇദ്ദേഹം പുറത്തിറക്കി. ശിവയോഗ വിലാസം എന്ന മാസിക പുറത്തിറക്കി. രാജാറാം മോഹൻ റോയിയെ നവഭാരത പിതാവായി വിശേഷിപ്പിക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ ദാർശനിക പ്രബന്ധമാണ് ആത്മവിദ്യ. രാജാറാം മോഹൻ റോയിയെ നവഭാരത പിതാവായി വിശേഷിപ്പിക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ ദാർശനിക പ്രബന്ധമാണ് ആത്മവിദ്യ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.